الحمد لله الواحد القهار المهيمن الغفار العزيز الجبار مكور الليل على النهار نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد يا أيها الناس أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي قال الله تعالى في القرآن الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال الرسول يا رب إن قومي اتخذوا هذا القرآن مهجورا صدق الله العظيم. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് എപ്പോഴും പരിഗണനകൾ കൊടുത്തുകൊണ്ട് എന്ത് തെരഞ്ഞെടുക്കുമ്പോഴും അവന്റെ ഖുർആനും അവന്റെ പ്രവാചകന്റെ ചര്യയും മുന്നിൽ വെച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമുർ റഹീമീനായ തമ്പുരാൻ നമ്മെ എല്ലാവരെയും അവന്റെ ഉത്കൃഷ്ടരായ ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിനെ വളരെ കാവ്യാത്മകമായ രീതിയിൽ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ഒരു വ്യക്തിയുണ്ട്. മുഹമ്മദ് പിക്താൾ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒരു പരമ്പരാഗതമായ മുസ്ലിം കുടുംബത്തിൽ പിറന്നൊരു വ്യക്തിയല്ലാതെ 1875 ഒരു ക്രിസ്ത്യൻ പാതിരിയുടെ മകനായി അദ്ദേഹം ജനിച്ചു. പിന്നെ എങ്ങനെയാണ് മർമഡിയു പിക്താൾ മുഹമ്മദ് പിക്താളായി മാറിയത്? അതിനൊരു ചരിത്രമുണ്ട്. അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ അദ്ദേഹം താമസിക്കുന്ന ഫ്ളാറ്റിന് താഴെ നിന്നും വലിയ ഒരു ശബ്ദം കേൾക്കുന്നു. രണ്ടാളുകൾ, ഒരാൾ വല്ലാതെ ഒച്ച വെക്കുന്നൊരു ശബ്ദം. പുറത്തിറങ്ങി നോക്കിയപ്പോൾ അവിടെ രണ്ടാളുകളുണ്ട്. ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ ഒരു ചെറുപ്പക്കാരനെ വല്ലാതെ ആക്ഷേപിക്കുകയാണ്, ചീത്ത പറയുകയാണ്. ശാരീരികമായി വളരെ ദുർബലനായ ഒരു മനുഷ്യൻ. എന്നാൽ ഈ ചെറുപ്പക്കാരൻ അരോഗ ദുർഗാധനായ ഒരു മനുഷ്യൻ,
ശക്തനായ ഒരു മനുഷ്യൻ. പക്ഷേ ആ ചെറുപ്പക്കാരനാകട്ടെ ഒന്നും പ്രതികരിക്കുന്നുമില്ല. അങ്ങനെ ഈ വൃദ്ധൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് അദ്ദേഹം പോയി. പിക്താൾ ഈ ചെറുപ്പക്കാരന്റെ അടുക്കലേക്ക് വന്നു. നിങ്ങളൊന്ന് കൈവീശി ഒന്ന് കൊടുത്താൽ ആദ്യത്തെ പറച്ചിലിൽ തന്നെ അദ്ദേഹം നിർത്തുമായിരുന്നല്ലോ, പിന്നെ കേൾക്കേണ്ടി വരില്ലായിരുന്നല്ലോ. എന്തേ നിങ്ങളൊന്നും ചെയ്യാതിരുന്നത്? തിരിച്ച് രണ്ട് വർത്താനം പറയാതിരുന്നത് എന്തേ? അദ്ദേഹം പറഞ്ഞു, ആ മനുഷ്യന്റെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിയ ആളാണ് ഞാൻ. അത് പറഞ്ഞ അവധിയിൽ എനിക്കത് കൊടുക്കാൻ കഴിഞ്ഞില്ല. അഥവാ എന്റെ ഖുർആൻ എന്നെ പഠിപ്പിക്കുന്ന വഔഫൂ ബിൽ ഉഹൂദ് ഇന്നൽ അഹ്ദ കാന മസ്ഊല, കരാറുകൾ പാലിക്കുക, ആ കരാറുകൾ ചോദിക്കപ്പെടുന്നതാണ് എന്ന വിശുദ്ധ ഖുർആനിന്റെ ആ അധ്യാപനം എനിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. അതിനു പുറമെ അദ്ദേഹത്തിന് അവകാശപ്പെട്ട പണം അദ്ദേഹത്തിന്റെ ഭാഗത്തെ ന്യായമുണ്ടായിരിക്കെ അത് ചോദിക്കാനായി എന്റെ മുമ്പിലേക്ക് വരുമ്പോൾ എനിക്ക് അദ്ദേഹത്തെക്കാൾ ശക്തിയും ആരോഗ്യവുമുണ്ട് എന്ന കാരണത്താൽ ഞാൻ അദ്ദേഹത്തോട് അക്രമവും അന്യായവും പ്രവർത്തിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? അവിടെ മുതൽ ആ ചെറുപ്പക്കാരനെ അത്രമേൽ ധാർമ്മിക ബോധമുള്ളവനാക്കിയ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് വായിക്കാൻ പിക്താൾ ആരംഭിക്കുകയാണ്. 1917 അദ്ദേഹം മുഹമ്മദ് പിക്താളായി മാറി. മറ്റൊരു സംഭവം കൂടി നിങ്ങൾക്ക് മുമ്പിൽ വെക്കുകയാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പങ്കുവച്ചത്. അദ്ദേഹത്തിന്റെ മകന്റെ പല്ലുമായി ബന്ധപ്പെട്ട് ചികിത്സിക്കാനായി ഒരു ഡെന്റിസ്റ്റിന്റെ അടുക്കിലേക്ക് പോയി. അപ്പോ പല്ലിൽ കമ്പിയിടണം. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാത്തിരിക്കേണ്ടി വരും. ഡോക്ടർ പറഞ്ഞു അഡ്വാൻസ് ആയി 10,000 രൂപ ഇപ്പോൾ അടയ്ക്കണം, ബാക്കി മുഴുവൻ ചികിത്സയും കഴിഞ്ഞതിന് ശേഷം മതി. അപ്പൊ ഈ പണ്ഡിതൻ പറഞ്ഞു, ഈ ഡോക്ടർ മുസ്ലിമായ ഡോക്ടറാണ്, ഈ പണ്ഡിതൻ ഒരു ഇസ്ലാമിക പണ്ഡിതനാണ്. ഈ പണ്ഡിതൻ ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് സമ്മതമാണ്, പക്ഷേ എഴുതി വെക്കണം, ഞാൻ നിങ്ങൾക്ക് തരുന്നത് എഴുതി വെക്കണം. അപ്പൊ ഡോക്ടർ ചോദിച്ചു, അതെന്തിനാണ്? എന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ? നിങ്ങളെ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, ഖുർആൻ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ്. ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്താണ് പറഞ്ഞിട്ടുള്ളത്? കടമിടപാട് നടത്തുമ്പോൾ അത് കൃത്യമായി എഴുതി വെക്കുക എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത്ഭുതം കൊണ്ട് കടത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു ഡോക്ടറെ അവിടെ കാണാൻ കഴിയും. 2 ചിത്രങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ വെച്ചത്. ഒന്ന്, വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം പാലിച്ചതിന്റെ ഏറ്റെടുത്തതിന് കാരണത്താൽ മറ്റൊരു വ്യക്തിയുടെ ആക്ഷേപം കേൾക്കേണ്ടി വന്നൊരു മനുഷ്യൻ. മറ്റൊന്ന്, പരമ്പരാഗതമായി മുസ്ലിമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന, എന്നാൽ വിശുദ്ധ ഖുർആനിലെ ഒരു കൽപ്പനയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു കൽപ്പന ഖുർആനിലുണ്ടോ എന്ന് അത്ഭുതപ്പെടുന്ന മറ്റൊരു മനുഷ്യൻ. വളരെ വിനയത്തോടുകൂടി ഞാൻ ചോദിക്കട്ടെ, ഇതിൽ നമ്മുടെ പ്രതീകമായി നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് ആരെയാണ്? ഏത് പിക്താളാണ് എന്റെ ജീവിതം കണ്ട് വിശുദ്ധ ഖുർആനിനെ വായിക്കുക? അതല്ല, വിശുദ്ധ ഖുർആനിലെ കൽപ്പനകളെ കുറിച്ച് അജ്ഞതയുള്ളത് കാരണത്താൽ അവ കേൾക്കുമ്പോൾ അത്ഭുതം കൂറുന്നവരാണോ നമ്മൾ? ഞാനും ഖുർആനും എവിടെയാണ് നിൽക്കുന്നത്? ഏത് ബന്ധത്തിലാണ് നിൽക്കുന്നത്? എന്നെയും ഖുർആനിനെയും എടുത്തു വെച്ചാൽ ഞങ്ങൾ തമ്മിലുള്ള അടുപ്പത്തെ എങ്ങനെയാണ് കണക്കാക്കാൻ കഴിയുക? ഇത് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ?
ഖുർആനുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ഗൗരവത്തോടുകൂടി ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിറിലെ 32-ാമത്തെ വചനം, ഖുർആൻ ഏൽപ്പിക്കപ്പെട്ട ആളുകളെ കുറിച്ച് അള്ളാഹ് പറയുന്നൊരു വർത്തമാനമുണ്ട്. ثم أورثنا الكتاب الذين اصطفينا من عبادنا. ഈ ഖുർആനിനെ നാം ചില ആളുകൾക്ക് ചുമതലപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് പറയുന്നു 3 വിഭാഗക്കാർ അതിലുണ്ടാകും. 3 തരത്തിൽ ആ വിശുദ്ധ ഖുർആനിനെ സമീപിക്കുന്നവർ അവിടെ ഉണ്ടാകും. ഒന്ന്, ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി. ആ ഖുർആൻ കയ്യിലുണ്ടായിരിക്കെ അക്രമം പ്രവർത്തിക്കുന്നവരായിരിക്കും, തെറ്റുകൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. വമിൻഹും മുഖ്തസിദ്. വലിയ വലിയ അപകടങ്ങളിലേക്ക്, മൂല്യച്യുതികളിലേക്കൊന്നും പോകുന്നുണ്ടാവുകയില്ല. അതേസമയം ആ ഖുർആൻ കയ്യിലുണ്ടാവും, അങ്ങനെയൊക്കെ അങ്ങനെ ജീവിച്ചു പോകും, എന്തൊക്കെയോ ചെയ്യുന്നുണ്ടാകും, അങ്ങനെ മുന്നോട്ട് പോകും. ഇങ്ങനൊരു കൂട്ടർ. മൂന്നാമത്തെ ഒരു കൂട്ടർ, വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്ത്. ആ വിശുദ്ധ ഖുർആനിനെ നെഞ്ചിലേറ്റി നന്മയിൽ മുന്നേറുന്ന ഒരു വിഭാഗം. പക്ഷെ അതിനെ തുടർന്നുകൊണ്ട് അല്ലാഹ് പറയുന്നു, ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ. അവർക്കാണ് ഏറ്റവും വലിയ ഔദാര്യവും സമ്മാനവും ലഭിക്കുന്നത്, ജന്നാത്തു അദ്ൻ. പിന്നെ സ്വർഗത്തെക്കുറിച്ച് പറയുന്നു. അഥവാ മൂന്നാമത്തെ വിഭാഗം, വിശുദ്ധ ഖുർആൻ കയ്യിലുണ്ടായിരിക്കെ നന്മകളിൽ മുന്നേറുന്നവരെ കുറിച്ച്, അവരുടെ പരിണതി എന്താണ് എന്നതിനെ കുറിച്ച് മാത്രമാണ് അവിടെ പറയുന്നത്. ബാക്കി 2 പേരെ കുറിച്ച് പറയുന്നില്ല. ഖുർആൻ കയ്യിലുണ്ടായിരിക്കെ തെറ്റ് ചെയ്യുന്നവരുടെ പരിണതി എന്തായിരിക്കും, ഖുർആൻ കയ്യിലുണ്ടായിരിക്കെ ജീവിതത്തിൽ ഒരു മാറ്റവുമില്ലാതെ എങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നവരെ കുറിച്ച് അവരുടെ പരിണതി എന്തായിരിക്കും, നിശബ്ദമാണ് ഖുർആൻ. പണ്ഡിതന്മാർ പറയുന്നു, ആ മൗനം അപകടകരമായ മൗനമാണ്. കാരണം എന്താണ് എന്നതിന്റെ അവസാനം എന്ത് എന്നതിനെ കുറിച്ച് പറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കണം നമ്മൾ. അതുകൊണ്ട് ഈ ഖുർആനിനെ നമ്മളോട് ചേർത്ത് വെച്ച് നമ്മൾ അറിയുക. സാധാരണഗതിയിൽ നമ്മൾ പല സംഗതികളും വായിക്കാറുണ്ട്. പത്രം, മാസികകൾ, പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. അതിന് പല ന്യായങ്ങൾ നമുക്കുണ്ട്. ഒന്ന്, അത് എഴുതിയ വ്യക്തിയോടുള്ള ഇഷ്ടവും താല്പര്യവുമായിരിക്കും. രണ്ടാമത്തേത്, അതിനുള്ളിലുള്ളത് എന്താണ് എന്നറിയാനുള്ള അതിനെ കണ്ടന്റിനോടുള്ള, ആശയത്തോടുള്ള ഇഷ്ടമായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു ന്യായം വെച്ചുകൊണ്ട് ഖുർആനിനെ വായിക്കാൻ, ആ ഖുർആനിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയാറുണ്ടോ? ആ ഖുർആൻ ആരുടേതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം മുന്നിൽ വെച്ചുകൊണ്ട് ആ ഖുർആനിനെ ഏറ്റെടുക്കുകയും വായിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണോ? ആ ഖുർആനിൽ ഉള്ളത് എനിക്കറിയണം എന്നുള്ള ആകാംക്ഷയോടുകൂടി, ആഗ്രഹത്തോടുകൂടി, താല്പര്യത്തോടുകൂടി ആ ഖുർആനിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതിനെ ഈ ഖുർആനിന്റെ ഉള്ളിൽ എന്താണുള്ളത് നമ്മൾ അറിയണം. നമ്മൾ വിചാരിക്കും ഇതൊരു മതഗ്രന്ഥമല്ലേ, ആ മതഗ്രന്ഥമായതുകൊണ്ട് തന്നെ മതത്തിന്റെ ആരാധനകളുമായി ബന്ധപ്പെട്ട കുറെ വിഷയങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒന്നായിരിക്കും ഖുർആൻ. ആരാധനകളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറം ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കി തീർക്കുന്ന, നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളെയും തൊട്ട് തലോടിക്കൊണ്ടുപോകുന്ന ആശയങ്ങൾ, വാക്യങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ പല ഭാഗങ്ങളെയും വളരെ രൂക്ഷമായി വിമർശിക്കുന്ന കൽപ്പനകളും അധ്യാപനങ്ങളും ഈ ഖുർആനും കാണാൻ കഴിയും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമല്ലാത്ത, നമ്മൾ ശീലിക്കാത്ത പല കാര്യങ്ങളും ഖുർആനിലുള്ളതായി കാണാൻ കഴിയും. നമസ്കാരത്തിന്റെ നേരത്തെക്കുറിച്ചും ആ നമസ്കാരത്തിലെ പ്രാർത്ഥനകളെക്കുറിച്ചും പറയാത്ത ഖുർആൻ, ആ ഒരു മനുഷ്യൻ എങ്ങനെയാണ് നടക്കേണ്ടത് എന്നതിനെക്കുറിച്ച് 4 സ്ഥലത്ത് പറയുന്നു. ആ നടത്തത്തിന്റെ രൂപത്തെക്കുറിച്ച്, നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാവത്തെക്കുറിച്ച് പറയുന്നു, സംസാരത്തെക്കുറിച്ച് പറയുന്നു, ആ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശൈലിയെക്കുറിച്ചും ഉപയോഗിക്കുന്ന വാക്കുകളെക്കുറിച്ചും പറയുന്നു. ഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ നേരായ വർത്താനങ്ങൾ പറയണം. ഖൗലൻ ലയ്യിന,
വളരെ മൃദുലമായ വർത്താനങ്ങൾ പറയണം. സംസാരത്തെക്കുറിച്ച് പറയുന്നു എന്ന് മാത്രമല്ല, ഒരു സദസ്സിൽ പാലിക്കണം മര്യാദ. ഇപ്പൊ സാധാരണ നമുക്കറിയാം, ജുമഅക്ക് എല്ലാവരും വരുന്നവർ കയറി കയറി ഇരിക്കുകയാണ് വേണ്ടത്. ചിലപ്പോൾ ചിലയിടങ്ങളിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ ഈ പുറകിൽ വരുന്നവര് ഈ ഗ്യാപ്പ് കാണുമ്പോൾ അതിലേക്ക് കയറി വരും. അപ്പൊ ചില ആളുകള് ഇവനെന്തിനാണ് ഇങ്ങനെ ഈ തിക്കി തിരക്ക് കയറി വരുന്നത് എന്ന് കരുതി നോക്കും. അവിടെ ആരെങ്കിലും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിരുന്നു എങ്കിൽ ആ വ്യക്തിക്ക് കയറി വരേണ്ടി വരുമായിരുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു സദസ്സിൽ ഒരാൾക്ക് ഇരിക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ട്. പക്ഷെ സ്ഥലം ഉണ്ടാക്കണം, ഒന്ന് ഒതുങ്ങി 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 സ്ഥലം ഉണ്ടാക്കണം. അങ്ങനെ സ്ഥലം ഉണ്ടാക്കേണ്ടി വന്നാൽ, അതല്ലെങ്കിൽ നമ്മളിപ്പോ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ സീറ്റിലേക്ക് ഒരാളും കൂടി ഒന്ന് ഒതുങ്ങി നമ്മളൊന്ന് ഒതുങ്ങിയിരിക്കേണ്ടി വന്നാൽ, ഒരാൾ ഇരുന്നതിന്റെ കാരണത്താൽ എന്തായിരിക്കും നമ്മുടെ ഒരു മനോഭാവം? എന്തായിരിക്കും അപ്പോൾ നമ്മുടെ ഒരു മാനസികാവസ്ഥ? അതെന്തിനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്? മനുഷ്യൻ പ്രയാസപ്പെട്ടു പോയല്ലോ, സ്വസ്ഥമായി യാത്ര ചെയ്യാന്ന് വിചാരിച്ചതാണ്. ഇതൊക്കെയാണ് നമ്മുടെ മനോഭാവം. നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെയായിരിക്കും? ഖുർആൻ പറയുന്നു, ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസ് ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും. നിങ്ങളോട് സദസ്സിൽ വിശാലതയൊരുക്കാൻ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ വിശാലതയൊരുക്കി കൊടുക്കണം. നിങ്ങൾ ഒരല്പം ഞെരുങ്ങിയാലും മറ്റുള്ളവർക്ക് നിങ്ങൾ വിശാലതയൊരുക്കി കൊടുക്കണം എന്ന് മാത്രമല്ല, ഇപ്പൊ ഒരാൾ നമ്മോട് ഒന്ന് എഴുന്നേറ്റ് കൊടുക്കുമെന്ന് ചോദിക്കുന്നു. അതല്ലെങ്കിൽ ഇപ്പൊ ഒരു സദസ്സിലിരിക്കുമ്പോ 4 പേര് ഇരിക്കുന്നുണ്ട് എന്ന് നോക്കുക. അതിൽ 3 പേർ മാത്രം പങ്കാളികളായ എന്തോ ഒരു വിഷയം അവർക്ക് സംസാരിക്കാനുണ്ട്. അവിടെ 2 സാധ്യതയാണുള്ളത്. ഒന്നുകിൽ ഇവര് 3 പേരും മാത്രം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഈ വിഷയം സംസാരിക്കണം. അതല്ലെങ്കിൽ 4ാമത്തെ വ്യക്തിയോട് പറയണം, നീ ഒന്ന് അപ്പുറത്തേക്കൊന്ന് ഇരിക്കോ, ഒന്ന് എഴുന്നേറ്റൊന്ന് അപ്പുറത്തേക്ക് ചെല്ലോ, ഞങ്ങളൊരു കാര്യം സംസാരിക്കാനാണ് എന്ന് പറയണം. ഇതിലേത് നടന്നാലും പ്രശ്നമാണ്. 3 പേരും കൂടി എഴുന്നേറ്റ് പോയാൽ വിചാരിക്കും, ഓ നമ്മളെ കൂട്ടാതെ ഒരു സ്വകാര്യം. അതല്ല, 4ാമനോട് എഴുന്നേറ്റ് പോകാൻ ആവശ്യപ്പെട്ടാലോ, ഞാനൊന്ന് അവിടെ നിന്ന് കേട്ടാലിപ്പോ എന്താ പ്രശ്നം വിചാരിക്കും ചിന്ത. നിങ്ങളോട് ഒരാൾ എഴുന്നേറ്റ് പോകാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ എഴുന്നേറ്റ് പോവുക. എന്തുകൊണ്ട്? അങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ കഴിയുന്നത്, അത്തരം മാന്യതയോടുകൂടി സദസ്സിൽ പുലർത്താൻ കഴിയുന്നത് വിശ്വസിച്ചവർക്കും വിജ്ഞാനം ആർജിച്ചവർക്കും മാത്രമാണ് എന്നുള്ളത് കൊണ്ട് അവരുടെ പദവികൾ അള്ളാഹു ഉയർത്തിക്കൊടുക്കും എന്ന് ഖുർആൻ. അപ്പൊ സദസ്സിൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് ഖുർആൻ പറയുന്നു. ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോ എങ്ങനെ കയറി വരണമെന്നതിനെ കുറിച്ച് പറയുന്നു. ഇപ്പൊ ചില ആളുകള് ചില വീട്ടിൽ ചെല്ലും, ചില വീട്ടിൽ ചെന്ന് ബെല്ലടിക്കും. ബെല്ലടിച്ച് ചിലപ്പോ ആരും പുറത്തേക്ക് വന്നില്ല എന്ന് നോക്കാം. ഉടനെ വീടിന്റെ ചുറ്റും ഇങ്ങനെ നടക്കും. ജനലിലൂടെ ഒക്കെ നോക്കി ആരെങ്കിലും എവിടെ ഉണ്ടോ. ചിലപ്പോ ആൾ ഉറങ്ങിയായിരിക്കും. ജനലിൽ കൊട്ടി, എന്താണ് ഞാൻ വന്നൊന്നും അറിയുന്നില്ലല്ലോ എന്ന് പറയും. ഇങ്ങനെയാണോ ഒരു വീട്ടിലേക്ക് കയറാൻ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്? ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ. നമ്മൾ പറയാറുണ്ടല്ലോ, എനിക്ക് എപ്പോഴും കയറി ചെല്ലാവുന്ന, എനിക്ക് ചോദിക്കാതെയും പറയാതെയും കയറി ചെല്ലാവുന്ന ഒരു വീടാണത്. അങ്ങനെ സ്വന്തം വീടല്ലാത്ത വേറെ ഒരു വീടുമില്ല. അവനവന്റെ വീട്ടിൽ മാത്രമാണ് അങ്ങനെ ധൈര്യമായി കയറി ചെല്ലാൻ പോകുന്നത്. അവിടെയും സലാം പറയണ മര്യാദ ഉണ്ട്. പക്ഷേ അനുവാദം ബാക്കിയുള്ള വീട് സലാം പറഞ്ഞ മാത്രം പോരാ. ആദ്യം ചെയ്യേണ്ട പണി അനുവാദം ചോദിക്കണം. അനുവാദം ചോദിച്ച് അനുവാദം കിട്ടിയാൽ പ്രവേശിക്കുമ്പോൾ സലാം പറയണം. അതല്ലെങ്കിൽ ആദ്യം ഇത് രണ്ടും വേണമെന്നുള്ളതാണ്. എന്നിട്ടോ ഇനി റെസ്പോൺസ് ഉണ്ടായില്ല, ബെല്ലടിച്ചു, കൊട്ടി നോക്കി, ഒരു പ്രതികരണവുമില്ല. ഫഇല്ലം തജിദു ഫീഹാ അഹദൻ ഫർജിഉ.
നിങ്ങൾ ആരെയും കണ്ടില്ലെങ്കിൽ മടങ്ങിപ്പോണമെന്ന് ഖുർആൻ. അല്ലാതെ ചുറ്റിങ്ങനെ കറങ്ങി നടക്കുകയല്ല വേണ്ടത്. അപ്പോ ഇത് ഖുർആൻ നമ്മളോട് പറയുന്ന ഒരു അധ്യാപനമാണ്, ഒരു വീട്ടിലേക്ക് എങ്ങനെ കയറി ചെല്ലണമെന്ന്. ഇനി മറ്റൊന്ന്, സാധാരണഗതിയിൽ കുറച്ചുകൂടി ഈ സഹോദരിമാരുടെ ഭാഗത്താണ് അങ്ങനെയൊക്കെ ഉണ്ടാവല്. ഇപ്പൊ പലപ്പോഴും അയൽവാസികൾ തമ്മിൽ പല കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഏത് വശത്തുകൂടിയാണ് സാധാരണ പോവല്? മുൻവശത്തു കൂടിയായിരിക്കോ പിൻവശത്തു കൂടിയായിരിക്കോ? നമ്മൾ ആലോചിച്ചു. ഒരു വീടിന്റെ ഏത് ഭാഗത്തോടു കൂടിയാണ് പ്രവേശിക്കേണ്ടത്? ഖുർആൻ പറയുന്ന ഒരു കാര്യം, വലൈസൽ ബിർറു ബിഅൻ തഅതുൽ ബുയൂത മിൻ ളുഹൂരിഹാ വലാകിന്നൽ ബിർറ മൻ ഇത്തഖാ വഅതുൽ ബുയൂത മിൻ അബ്വാബിഹാ. നിങ്ങൾ ഏത് വലിയ ആളും ആയിക്കോട്ടെ, ഒരു വീടിന്റെ പിറകുവശത്തുകൂടി കയറി ചെല്ലുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല. വലൈസൽ ബിർ, ഒരു നല്ല കാര്യമല്ലത്. വലാകിന്നൽ ബിർറ മൻ ഇത്തഖാ വഅതുൽ ബുയൂത മിൻ അബ്വാബിഹാ. ഭക്തിയുള്ളവനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നു, അവന് നന്മ കണ്ടെത്താൻ കഴിയും. വഅതുൽ ബുയൂത മിൻ അബ്വാബിഹാ, നിങ്ങൾ ആ വീടിന്റെ മുൻകവാടത്തിലൂടെ, മുൻവാതിലൂടെ കയറി ചെല്ലണം, പിൻവാതിലൂടെയല്ല. നമ്മൾ ആലോചിച്ചു പോകും. ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. പലതരത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കുന്നു. അബദ്ധങ്ങൾ സംഭവിക്കുന്നു എന്നതിനർത്ഥം വിശുദ്ധ ഖുർആൻ പറയുന്നതിന് വിരുദ്ധമാണ് നമ്മൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതിന് വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ ഖുർആനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെ നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെക്കുമ്പോ ഒരുപാട് അധ്യാപനങ്ങൾ, ഒരു വീട്ടിന്റെ ഉള്ളിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. എന്റെ ഉമ്മാക്കും ഉപ്പാക്കും എന്റെ റൂമിലേക്ക് ഏത് സമയത്തും കയറി ചെല്ലാൻ പറ്റുമോ? എനിക്ക് എന്റെ മാതാപിതാക്കളുടെ മുറിയിലേക്ക് ഏത് സമയത്തും കയറി ചെല്ലാൻ പറ്റുമോ? എന്താ ഖുർആൻ പറയുന്നത്? സലാസു ഔറാത്തിൻ ലക്കും, 3 സമയങ്ങൾ. 3 സമയങ്ങളിൽ അനുവാദം ചോദിച്ചിട്ട് ഒരു വീട്ടിന്റെ ഉള്ളിലുള്ളവർ പോലും പരസ്പര മുറികളിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ഏതൊക്കെയാ 3 സമയം? സുബഹിയുടെ മുമ്പ്, ഇശായിന് ശേഷം, രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. മൂന്നാമത്തത് ളുഹറിന് ശേഷം. ഈ 3 സന്ദർഭങ്ങളിൽ ഒരു വീട്ടിലുള്ളവർക്ക് പരസ്പരം മുറികളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അനുവാദം ചോദിക്കണം എന്ന് ഖുർആൻ. നേരെ കയറി ചെല്ലാൻ ഉള്ളിലുള്ളവർക്ക് പോലും അനുവാദം ചോദിക്കേണ്ട സമയങ്ങൾ. ഇങ്ങനെയുള്ള നിയമങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്തിനാണ്? എല്ലാത്തിലും ഖൈറുണ്ട്, എല്ലാം നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് പ്രത്യേകം വിശദീകരിക്കേണ്ട ആവശ്യമില്ല, അത് മറ്റൊരു വിഷയമാണ്. പക്ഷെ ഞാൻ പറയുന്നത്, ഖുർആനിലുള്ള ഇത്തരം അധ്യാപനങ്ങളും നമ്മുടെ ജീവിതവും തമ്മിൽ ഏതൊക്കെ തരത്തിൽ ചേർന്നു പോകുന്നുണ്ട്, എവിടെയൊക്കെ വ്യത്യസ്തമായി പരസ്പര വിരുദ്ധമായി നടക്കുന്നുണ്ട്, നമ്മൾ ആലോചിച്ച് നോക്കാം. ഖുർആൻ പറയുന്നു, വശിഫാഉൻ ലിമാ ഫി സുദൂർ. ഇത് ഹൃദയങ്ങളിലുള്ളതിനെല്ലാം ശിഫാണ്, ശമനമാണ്. ശമനമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഡോക്ടറുടെ അടുത്തേക്ക് ഒരു രോഗി വന്നു. ഡോക്ടറെ 3 ദിവസമായി വയറുവേദന. ഡോക്ടർ മരുന്ന് കുറിച്ച് കൊടുത്തു. ആ കുറിപ്പുമായി പോയിട്ട് 3 ദിവസം കഴിഞ്ഞ് പിന്നെ വരിക. ഡോക്ടറെ, രോഗം മാറുന്നില്ലല്ലോ. മാറിയില്ലേ? നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? ഡോക്ടർ എന്ന കുറിപ്പ് ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മരുന്ന് വാങ്ങിയില്ല. അപ്പൊ വെറുതെ ആ കുറിപ്പ് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനെ നമ്മൾ അബദ്ധം എന്ന് വിളിക്കും. നമ്മൾ എത്രത്തോളം ഇത്തരത്തിൽ അബദ്ധങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട്. ആ ഖുർആനിൽ എന്റെ ഹൃദയത്തിന് ശമനമായി റബ്ബ് പറഞ്ഞ കാര്യങ്ങൾ, അധ്യാപനങ്ങളെ വായിച്ച് മനസ്സിലാക്കുന്നതിന് പകരം കേവലമായ ആ പാരായണത്തിന് ഒരു പ്രസക്തിയും ഇല്ല എന്നതല്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ആ പാരായണത്തിന് അതിൻ്റെതായ ശ്രേഷ്ഠതയുണ്ട്, പ്രാധാന്യമുണ്ട്, പ്രതിഫലമുണ്ട്, അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ പ്രതിഫലവും പ്രാധാന്യവും മഹത്വവും എല്ലാം റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് കൂടി കടക്കാൻ വേണ്ടിയിട്ടാണ്, അതിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോ അതിന് ആശയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം. നമുക്ക് കഴിയും. പലപ്പോഴും നാം സന്നദ്ധമാകാത്തതിന്റെ പ്രശ്നമാണ്, അതല്ലെങ്കിൽ അതിനോടൊരു ഇഷ്ടം തോന്നാത്തതിന്റെ പ്രശ്നമാണ്. നമുക്ക് മൊബൈൽ ഫോണിൽ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും?
എനിക്കറിയേണ്ടതില്ല എന്ന് വിചാരിച്ചിരിക്കില്ലല്ലോ. നമുക്ക് അനിവാര്യമായ ഘട്ടങ്ങൾ വരുന്ന സന്ദർഭത്തിൽ നമ്മളത് ചോദിച്ച് മനസ്സിലാക്കും. ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമ്മളത് ചോദിച്ച് മനസ്സിലാക്കും. പത്രം വായിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഗതി വായിച്ചിട്ടത് മനസ്സിലായില്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കും. നമുക്കറിയാത്ത കാര്യങ്ങൾ, ഡ്രൈവിംഗ്, റോഡിലൂടെ വണ്ടി ഓടിക്കണം, നമ്മൾ എന്ത് ചെയ്യും? അത് പഠിക്കും. അപ്പൊ അറിയാത്ത കാര്യങ്ങൾ ആവശ്യത്തിന് പഠിക്കണം എന്നുള്ളത് നമ്മുടെ ബോധ്യമാണ്, നമ്മുടെ ഉറച്ച ബോധ്യമാണ്. അപ്പൊ വിശുദ്ധ ഖുർആൻ എന്തുകൊണ്ട് പഠിക്കാൻ നാം സന്നദ്ധമാകുന്നില്ല എന്ന് ചോദിച്ചാൽ അത് ബോധ്യമില്ലാത്തത് കൊണ്ടാണോ അതല്ല സന്നദ്ധമാകാത്തത് കൊണ്ടാണോ? ഇത്തരം കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഈ ഖുർആനും നമ്മളും എവിടെയാണ് നിൽക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി ആലോചിക്കുക. ഉമ്മത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്ത്, എന്റെ ഉമ്മത്ത് എന്ന് അവസാന സന്ദർഭത്തിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന റസൂൽ, സ്വന്തം ഉമ്മത്തിനെ അത്രയേറെ സ്നേഹിച്ചുകൊണ്ടിരുന്ന റസൂൽ, സ്വന്തം സമുദായത്തോട് അത്രമേൽ ഇഷ്ടം പ്രകടിപ്പിച്ചൊരു പ്രവാചകൻ, ആ പ്രവാചകൻ നാളെ പടച്ചവന് മുമ്പിൽ പറയുന്ന ഒരു വർത്തമാനത്തെ കുറിച്ച് ഖുർആൻ പറയുന്നു, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ. പടച്ചവനെ, ഇവരുണ്ടല്ലോ, ഇവര് ഖുർആനിനെ ഒഴിവാക്കിയവരാണ്, ഇവര് ഖുർആനിനെ ഒഴിവാക്കിയവരാണ്. ഇന്ന ഖൗമി, എന്റെ സമൂഹം. നമ്മളാരും ഖുർആനെ വലിച്ചെറിയുന്നൊന്നുമില്ലല്ലോ. ഖുർആനെ വളരെ സുരക്ഷിതമായി നമ്മൾ വെക്കുന്നുണ്ട്. നമ്മുടെ ഷോ കേസുകളിൽ വളരെ ഭദ്രമായിട്ട് അതുണ്ട്. പൊടിയെല്ലാം നമ്മൾ തട്ടിയെടുക്കുന്നുണ്ട്. അപ്പൊ പൊടി പിടിപ്പിക്കുന്നതല്ല അവിടുത്തെ പ്രശ്നം, അതിനെ എറിഞ്ഞു കളയുന്നതുമല്ല പ്രശ്നം. ആ ഖുർആനിനെ മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത്, തൗറാത്തിനെ വഹിച്ചവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഇങ്ങനെയൊരു തൗറാത്താണ് തങ്ങൾ വഹിക്കുന്നത് എന്നത് പോലും അറിയാതെ കഴുതുകൾ ഭാരം ചുമക്കുന്നത് പോലെ വഹിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹം. എന്തിനാ ഖുർആൻ ഇതൊക്കെ നമ്മൾ പറയുന്നത്? ഇതേ ഖുർആൻ നാം വഹിക്കുമ്പോഴും അത്തരം സമീപനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ ഖുർആനിലേക്ക് ഇറങ്ങിച്ചെല്ലണം. നമ്മൾ മാത്രമല്ല, നമ്മുടെ സമൂഹം, നമ്മുടെ കുടുംബം, ആരൊക്കെയാണോ നമ്മുടെ സംരക്ഷണത്തിലുള്ളത് അവരെ കൂടി ഈ ഖുർആനിന്റെ ഭാഗമാക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആനിനെ അത്രമേൽ സ്നേഹിക്കുന്ന, ആ ഖുർആനിനെ നെഞ്ചേറ്റുന്ന, ആ ഖുർആൻ കൊണ്ട് ജീവിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന അടിമകളിൽ, സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഖുർആൻ നമ്മുടെ കുടുംബത്തിൽ ഒരു ഖുർആനികമായ അന്തരീക്ഷം കൊണ്ടുവരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് സഹായകമാകുന്നൊരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുവാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഖുർആൻ സ്റ്റഡി സെന്റർ കേരളയുടെ നേതൃത്വത്തിൽ ടീനേജ് വിദ്യാർത്ഥികൾക്കായി ഈ ഒക്ടോബർ 1-ാം തീയതി മുതൽ ആരംഭിക്കുന്ന ഒരു ഖുർആൻ പഠന സംരംഭം. എല്ലാ ദിവസവും മഗ്‌രിബിന് ശേഷം, നമുക്കറിയാം പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ മഗ്‌രിബ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഖുർആനികമായ അന്തരീക്ഷം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് തറവാടുകളിലൊക്കെ പേരക്കുട്ടികളൊക്കെ കൂടുമ്പോ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന ഖുർആൻ ഓതിയതിനു ശേഷം മാത്രം കളിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ എന്ത് വിനോദത്തിലേക്കാണോ പോകുന്നത് അത് ഖുർആൻ ഓതിയതിനു ശേഷം മാത്രം പോകുന്ന മാതാപിതാക്കൾക്ക് അത്തരം ഒരു നിർബന്ധമുണ്ടായിരുന്ന, മക്കളത് കൃത്യമായി പുലർത്താൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. നമുക്ക് കാലത്തിൽ മാറ്റങ്ങൾ വരാം, കാലം മുന്നോട്ട് മാറണം, വികസിക്കണം. പക്ഷേ മൂല്യങ്ങൾ തകർത്തുകൊണ്ടല്ല, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ട നല്ല ശീലങ്ങളെ തകർത്തുകൊണ്ടല്ല നമ്മൾ വികസിക്കേണ്ടത്. നമ്മുടെ വികസനത്തോടൊപ്പം ആ ശീലങ്ങളെയും വികസിപ്പിച്ചു കൊണ്ടുവരണം. കേവലമായ പാരായണങ്ങൾ മാത്രം നടത്തിക്കൊണ്ടിരുന്നവർ ഇന്ന് ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് മുമ്പിൽ. നമ്മൾ ആലോചിച്ച് നോക്കുക, പണ്ടൊക്കെ പ്രവാചകന്റെ കാലത്ത് ഖുർആൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായിരുന്നു സ്വഹാബികൾ എടുത്തു കാണിക്കുക? ഇതാ ഖുർആൻ എന്ന് പറഞ്ഞ് എടുത്തു കാണിക്കാൻ എന്തായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്നത്? ഹൃദയത്തിലുള്ള ഖുർആൻ മാത്രമായിരുന്നു, ചില ഏടുകൾ മാത്രമായിരുന്നു. അവിടെയാണ് പലതരത്തിലുള്ള സംവിധാനങ്ങൾ ഈ വിശുദ്ധ ഖുർആൻ എങ്ങനെയുള്ള ഖുർആനാണ് വേണ്ടത്? ആപ്പ് മതിയോ? ആപ്പാണെങ്കിൽ ഏത് ആപ്പ് വേണം? തജ്വീദ് ഉൾപ്പെടെ പഠിപ്പിക്കുന്ന ആപ്പ് വേണോ? അതിലെ തഫ്സീർ വേണോ?
അതിൽ അർത്ഥം മാത്രം മതിയോ? അതല്ല ഖുർആൻ ആൻഡ്രോയിഡ് ഖുർആൻ മാത്രം മതിയോ? ഇനി അതല്ല ഈ പാരായണം കേൾക്കാനുള്ള സംവിധാനം വേണമെങ്കിൽ ഏത് കാര്യത്തിന്റെ വേണം? നമ്മൾ ആലോചിച്ച് നോക്കുക. ഇഷ്ടമുള്ള ഫോണ്ടിൽ, ഇഷ്ടമുള്ള കളറിൽ, ഏതെല്ലാം തരത്തിൽ നമുക്ക് ഖുർആൻ പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കപ്പെടുന്ന ഒരു നാളുണ്ടാവൂലേ? ഇത്രയേറെ അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ട്, അവസരങ്ങൾ ഉണ്ടായിട്ട് അത് ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ള ചോദ്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ലേ? അതുകൊണ്ട് ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി അതിന് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി ബന്ധപ്പെടാം. അതിന്റെ പോസ്റ്ററും മറ്റ് QR കോഡും ഒക്കെ ഉണ്ട്, അത് അവർ ഷെയർ ചെയ്ത് തരും. അതുപോലെ നമ്മുടെ കുടുംബത്തിലുള്ള ടീനേജ് പ്രായക്കാരെ പ്രത്യേകിച്ച് ഇത്തരം സംവിധാനങ്ങളിലേക്ക് ബന്ധപ്പെടുത്തുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നു പോകുന്ന വീഴ്ചകൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. ഒരുപാട് ദൗർബല്യങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ദൗർബല്യങ്ങൾ അറിയുന്ന റബ്ബ് അതെല്ലാം പരിഹരിച്ചു തരുമാറാകട്ടെ. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായിട്ടൊക്കെ വലിയ അർത്ഥത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങളെ, കഷ്ടതകളെ മാറ്റിക്കൊടുക്കുമാറാകട്ടെ. കടം കൊണ്ട് വലയുന്ന നിരവധി ആളുകൾ അല്ലാഹു അവരുടെ കടബാധ്യതകൾ തീർക്കുവാനുള്ള പുതിയ വാതായനങ്ങൾ അവർക്ക് മുമ്പിൽ തുറന്നു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈ കാലഘട്ടത്തിലെ എല്ലാ തരത്തിലുമുള്ള ദുഷ്പ്രവണതകളെ മറികടക്കുവാൻ ഈമാനികമായ കരുത്ത്, ഇസ്ലാമിന്റെ ഇസ്സത്ത് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളുടെ ഹൃദയങ്ങളിൽ അല്ലാഹു സ്ഥാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫലസ്തീൻ എന്ന് പറയുന്ന ജനതയെക്കുറിച്ച്, ഒരു ദേശത്തെക്കുറിച്ച്, നാടിനെക്കുറിച്ച് ഓർക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പോരാട്ടത്തെ, അവരുടെ രക്തസാക്ഷിത്വത്തെ സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ നഷ്ടങ്ങൾക്ക് അല്ലാഹു ഏറ്റവും നല്ലത് പകരം കൊടുക്കുമാറാകട്ടെ. ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക, ഇവിടെ ഒരു വാർത്ത കണ്ടു, 99.99% നീറ്റ് പരീക്ഷയിൽ ലഭിച്ചിട്ടും ആത്മഹത്യ ചെയ്ത ഒരു 19കാരനെ കുറിച്ച് വായിച്ചു. അവിടെയാണ് കയ്യും കാലും നഷ്ടപ്പെട്ടിട്ടും ആത്മഹത്യ എന്ന് പറയുന്ന ഒന്നിനെ കുറിച്ച് പോലും ആലോചിക്കാത്ത പിഞ്ചോമനകൾ വാഴുന്നൊരു നാട്. ഇവിടേക്കാണ് നമുക്കൊക്കെ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളുവാനുള്ളത്. ആ സമൂഹത്തിൽ നിന്ന്, ആ ജനതയിൽ നിന്ന് ഇസ്ലാമിക മുന്നേറ്റത്തിന് അനിവാര്യമായ വിമോചന പാഠങ്ങൾ അത് നെഞ്ചിലേറ്റി മുന്നോട്ട് പോകുവാൻ അല്ലാഹു നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട, മക്കൾ നഷ്ടപ്പെട്ട, സഹോദരങ്ങൾ നഷ്ടപ്പെട്ട നിരവധി ആളുകൾ അവർക്കിടയിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും ആശങ്കകൾ ദൂരീകരിക്കുകയും അവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകനോടൊത്ത്, ആ പ്രവാചകന്റെ അനുചരന്മാരോടൊത്ത് അവന്റെ സ്വർഗത്തിലിരുന്ന് ഫലസ്തീനിന്റെ വിമോചന കഥകൾ പറയുവാൻ, അവർക്കും അത് കേൾക്കുവാനുള്ള ഭാഗ്യം നമുക്കും അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.